ഇപ്പൊ വേൾഡ് കപ്പിന്റെ സമയമാണ്. ഞാനൊക്കെ ആവേശപൂർവ്വം കാത്തിരുന്ന, പലരും കാത്തിരുന്ന നെതർലാൻഡ്സ് ടീം ഒരു കാലത്ത് യൂറോപ്പിലെ മാത്രമല്ല ലോകത്തിൻ്റെ ആകെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയൊരു ടീമായി ഗുള്ളിറ്റിൻ്റെയും റൈക്കാർഡിൻ്റെയും വാൻ ബാസ്റ്റിൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള നെതർലാൻഡ്സ് ടീം തലകുത്തി വീണ ഒരു കാലമാണിത്. ഈ വേൾഡ് കപ്പിൽ കിരീടം പിടിക്കും എന്ന് വ്യാപകമായി ധാരണയുണ്ടായിരുന്ന ബ്രസീലിൻ്റെ വീഴ്ച ഇന്നലെ കണ്ടു. ബ്രസീലിൻ്റെ പരാജയത്തിൻ്റെ തുടർന്ന് ലോകോത്തരനായിട്ടുള്ള കളിക്കാരൻ നെയ്മർ കളിക്കളത്തിൽ നിന്ന് വിടവാങ്ങുന്നതായി പ്രഖ്യാപിച്ചു. ഇനി നാം കേൾക്കേണ്ട വാർത്ത കേരളത്തിലെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള വിടവാങ്ങലായിരിക്കും എന്ന കാര്യം ഇതിൻ്റെ ഭാഗമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ആ വിടവാങ്ങലാണ് നമുക്ക് കാത്തിരിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ്. തോറ്റാൽ തോറ്റവിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണ്ടേ? ഒന്ന് തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? എന്നാലും ധിക്കാരം പോകുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കുമല്ലോ, എന്താണ് കൊമ്പും തുമ്പിയായിട്ടല്ലേ നടന്നിരുന്നത് CPM-ന്റെ ഗോവിന്ദൻ മുതൽ. ഞാൻ ഈ ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, അല്ല അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഞാനെന്തോ ഒരു ധിക്കാരം പറയുന്നു തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടല്ല, അത് അയാളുടെ പേരാണ്, അയാൾ മാഷല്ല, അത് PT മാഷാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ ധിക്കാരമാണെന്ന് ധരിക്കരുത്. കാക്ക കറുത്തിട്ടാണ് എന്ന് പറയുന്നത് കാക്കയോടുള്ള വിരോധം കൊണ്ടല്ല, കാക്കേൻ്റെ നിറം കറുപ്പായത് കൊണ്ടാണ്. ഗോവിന്ദൻ MV ഗോവിന്ദൻ എന്നേ ഞാൻ പറയുള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഗോവിന്ദൻ മുതൽ ബ്രാഞ്ച് വരെ, ബ്രാഞ്ചുകാരൻ വരെ എന്തായിരുന്നു ധാർഷ്ട്യം. ഞാനൊരു മീറ്റിങ്ങിൽ പറഞ്ഞു, നമ്മുടെ കൗൺസിൽ യോഗം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ പോകാത്തവൻ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകാത്തവൻ അമ്പലത്തിൽ പോകണം, ചർച്ചിൽ പോകാത്തവൻ ചർച്ചിൽ പോകണം, ഒരു പ്രാർത്ഥന നടത്തണം. ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച കാര്യം, MV ഗോവിന്ദനും ഈ പാലക്കാട്ടെ സ്പിരിറ്റ് കച്ചവടക്കാരൻ്റെയും ആയുസ് അതിനൊരു അപകടവും സംഭവിക്കരുത്, ഒരു പനി പോലും അവർക്ക് പിടിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. കാരണം അവർ ജീവിച്ചിരുന്നാൽ മതി. അവർ ജീവിച്ചിരുന്നാൽ വെയിലത്തിട്ട് ഐസ് കട്ട പോലെ ഇതങ്ങില്ലാതെ അവരൊക്കെ ജീവിച്ചിരുന്നാൽ മതി. ഇവരുടെയൊക്കെ കയ്യിരിപ്പിന്റെ ഗുണം കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ പാർട്ടി തകർന്നു പോകുന്നത്. എന്തൊരു ധിക്കാരവും ധാർഷ്ട്യവും കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടു അതിന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിന് പറ്റിയൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, എന്താ പിന്നെ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ, അങ്ങനെയാണ്, മറ്റാരുണ്ട് LDF അല്ലാതെ. ആ മുദ്രാവാക്യത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, എന്തൊരു ധിക്കാരം. നാട്ടുപുറത്ത് പറയില്ലടാ ഞാനല്ലാതെ ആരടാ എൻ്റെ കൂടെ ഉള്ളത് എന്ന് നാട്ടുപ്രമാണി ധിക്കാരം പറയുന്നത് പോലെയുള്ള ധിക്കാരമല്ലേ ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ കൊടുത്തിട്ടുള്ള, ജനങ്ങൾ കൊടുത്തിട്ടുള്ള ശിക്ഷയാണത്. ഈ തെരഞ്ഞെടുപ്പിൽ 10 കൊല്ലം തുടർച്ചയായി അധികാരത്തിലിരുന്ന CPIM അതിന്റെ അംഗസംഖ്യ 26ലേക്ക് താണു. ബംഗാളിൽ 35 കൊല്ലം വേണ്ടി വന്നു CPIM-ന്റെ ഈ അവസ്ഥയിലേക്ക് എത്താൻ. എങ്കിൽ ഇവിടെ 10 കൊല്ലം വേണ്ടി വന്നു. 10 കൊല്ലം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം CPIM തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച. ഇനി വരാൻ പോകുന്നതോ, ഇപ്പൊ ICU-ലാണ്, ഇനി അടുത്ത് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് പള്ളിക്കാട്ടിലേക്ക് എടുക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ആ രൂപത്തിലാണ് പോകുന്നത്. രക്ഷിക്കാൻ കഴിയില്ല.